സിനിമയുമായി എക്കാലവും വേർപിരിയാനാവാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് തമിഴ്നാടിന്റെ രാഷ്ട്രീയം. ദ്രാവിഡ രാഷ്ട്രീയവും സിനിമയും ഒരുപോലെ വളർന്ന തമിഴ് മണ്ണിൽ സിനിമയ്ക്കുള്ള സ്വാധീനം ചെറുതല്ല. എംജിആറും കരുണാനിധിയും ജയലളിതയും അടക്കി ഭരിച്ച തമിഴ് മണ്ണിലേക്കിതാ ഒരു പുത്തൻ താരോദയം കൂടി ഉണ്ടായിരിക്കുകയാണ്. എംജിആറിന് ശേഷം അദ്ദേഹത്തെ മാതൃകയാക്കി തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വന്ന മറ്റു പല സിനിമാ താരങ്ങൾക്കും വിചാരിച്ചതുപോലെ വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 16 വർഷം മുമ്പ് വിത്തുപാകിയ തന്റെ വിജയ് മക്കൾ ഇയക്കം എന്ന ജനക്ഷേമ സംഘടനയുടെ പിൻബലത്തോടും കഠിനാധ്വാനത്തോടും കൂടി ഇളയ ദളപതി വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതുചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി തമിഴ്നാട് പൂർണ്ണമായും അടക്കി ഭരിച്ചിരുന്ന ദ്രാവിഡ പാർട്ടികളായ DMK, AIADMK എന്നിവരുടെ രാഷ്ട്രീയത്തിൽ നിന്നും ഒരു മാറ്റം വരണമെന്ന് ചിന്തിച്ച ജനങ്ങൾക്കിടയിലേക്കാണ് 2024 വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം അഥവാ TVK ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. DMK ഭരിച്ചാലും AIADMK ഭരിച്ചാലും അഴിമതിക്ക് യാതൊരു കുറവും വരില്ലെന്ന വിശ്വാസം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കെയാണ് ജനനായകനായി വിജയുടെയും പാർട്ടിയുടെയും കടന്നുവരവ്. നാളിതുവരെ വിജയുടെ രാഷ്ട്രീയ പ്രവേശം വലിയ ചർച്ചാ വിഷയമായിരുന്നെങ്കിലും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഈ ചർച്ചകൾക്ക് കൂടുതൽ വേഗത കൈവന്നു. തന്റെ ആരാധക കൂട്ടായ്മയെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയപ്പോൾ അത് വിജയത്തിലേക്ക് എത്തുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. കൂടാതെ പ്രഖ്യാപനത്തിന് പിന്നാലെ DMK ഉൾപ്പെടെയുള്ള മുന്നണികളിലെ സഖ്യകക്ഷികളായിരുന്ന പല പാർട്ടികളും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇതൊരു പുതിയ മത്സരം സൃഷ്ടിക്കില്ലെന്ന് കരുതിയിരുന്നു. എന്നാൽ ഈ പരിഹാസങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് തന്റെ പാർട്ടി കെട്ടിപ്പടുക്കാനും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം കൈവരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. 2026 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് TVK എന്ന പാർട്ടി ആദ്യമായി ജനവിധി തേടുന്നത്. ഏറ്റവും മികച്ച പോളിംഗ് ശതമാനമായിരുന്നു ഇത്തവണ തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിയിരുന്നത്. ദളപതി വിജയ് എന്ന ജനപ്രിയ നായകനോടുള്ള തമിഴ് ജനതയുടെ ആദരവും മാറ്റത്തിനു വേണ്ടിയുള്ള യുവാക്കളുടെ ആവേശവും പോളിംഗ് ബൂത്തുകളിൽ പ്രകടമായിരുന്നു. വർഷങ്ങളായി തമിഴ് ജനത നെഞ്ചിലേറ്റിയ വിജയുടെ കഠിനാധ്വാനവും കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ പിൻബലവും സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുണ്ടാക്കിയ പിന്തുണയുമാണ് ഈ പോരാട്ടത്തിന് വലിയ ശക്തി പകർന്നത്. മെയ് 4 തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തമിഴ്നാട് മുഴുവൻ സാക്ഷ്യം വഹിച്ചത് ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറിക്കായിരുന്നു. ആകെയുള്ള 234 സീറ്റുകളിൽ 108 സീറ്റുകൾ നേടി TVK തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. ജാതിമത ചിന്തകൾക്ക് അതീതമായ തുല്യതയും സാമൂഹികമായ നീതിയും എന്ന മികച്ച ആശയം മുന്നോട്ട് വെച്ചായിരുന്നു TVK ഈ വൻ വിജയം സ്വന്തമാക്കിയത്. പേരമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലായിരുന്നു വിജയ് മത്സരിച്ചത്. രണ്ടിടത്തും ജനങ്ങൾ അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം സമ്മാനിച്ചു. തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം ഒരു സീറ്റ് അദ്ദേഹം പിന്നീട് രാജിവെക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കേവല ഭൂരിപക്ഷത്തിന് കുറവ് വന്നപ്പോൾ കോൺഗ്രസ്, VCK, CPI തുടങ്ങിയ മറ്റു പാർട്ടികൾ വിജയ്ക്ക് പിന്തുണ നൽകി. കൂടാതെ ADMKയിലെ 20ഓളം MLAമാരുടെ പിന്തുണയും വിജയ്ക്ക് ഉണ്ടായിരുന്നു. ജനങ്ങൾ അർപ്പിച്ച വലിയ വിശ്വാസവും സിനിമാ ലോകത്തിനപ്പുറം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുണ്ടാക്കിയ ജനപിന്തുണയുമാണ് ഈ സഖ്യത്തിന് കരുത്തായത്. തുടർന്ന് 2026 മെയ് 10 C. ജോസഫ് വിജയ് തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. C. ജോസഫ് വിജയ് എന്നും ഞാൻ. തുടർന്നുണ്ടായ വിശ്വാസ വോട്ടെടുപ്പിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് അഴിമതിയില്ലാത്ത ഒരു നല്ല നാളേക്കായി തമിഴ്നാട്ടിൽ ഒരു പുതുചരിത്രത്തിന് ഇതോടെ തുടക്കമായിരിക്കുന്നു. വിരുപ്പ് വെറുപ്പை വിലക്കി பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு ഉറുതിമൊഴിகிறேன். കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന വിജയ്ക്ക് മുന്നിൽ ഇനിയുള്ള പാത ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. DMKക്കും AIADMKക്കും പകരമായാണ് ജനങ്ങൾ TVKയെ തിരഞ്ഞെടുത്തത് എന്നതിനാൽ ഇവർ രണ്ടുപേരും കാഴ്ചവെച്ച ഭരണത്തെക്കാൾ മികച്ചതും ജനപ്രിയവുമായ ഭരണം കാഴ്ചവെക്കുക എന്നത് വിജയ്ക്ക് മുന്നിലെ വലിയൊരു പരീക്ഷണമാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന അഴിമതിയില്ലാത്ത ഒരു നല്ല നാളേക്കായി തമിഴ്നാട്ടിൽ ഒരു പുതുചരിത്രത്തിന് ഇതോടെ തുടക്കമായിരിക്കുന്നുവെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.